സ്റ്റാർട്ടിങ് വിത്ത് എ ഡോട്ട് ആൻഡ് എൻഡിങ് വിത്ത് എ ലൈൻ എന്നുള്ളൊരു കൺസെപ്റ്റ് ഞങ്ങളെ ചലഞ്ചസ് തന്നെയാണ് ഞങ്ങളെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. സ്ത്രീകളെയും പോലെ തന്നെ ഞങ്ങളും ഫാമിലി ലൈഫ് പാരലായിട്ട് കൊണ്ടുവന്ന ആൾക്കാരാണ്. അപ്പം ഞങ്ങൾ ശരിക്കും ഓഫീസിലൊരു തൊട്ടിൽ സെറ്റ് ചെയ്ത് മെയിൽ ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ് ഇത്. എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് ഒരു ഫേം സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. ഹലോ വ്യൂവേഴ്സ്, ഒരു ആർക്കിടെക്റ്റും ഒരു സിവിൽ എഞ്ചിനീയറും കൂടി ഒരുമിച്ച് തുടങ്ങിയ ഒരു ജേർണിയാണ് ഡോട്ട് ലൈൻ ആർക്കിടെക്ട്സ്. കാലിക്കറ്റിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ലീഡിംഗ് വുമൺ ഓണ്ടർപ്രണേഴ്സ് ലീഡ് ചെയ്യുന്ന ഒരു ഫേമാണ് ഡോട്ട് ലൈൻ ആർക്കിടെക്ട്സ്. അതിൻ്റെ ഫൗണ്ടേഴ്സ് ആയിട്ടുള്ള സുഹാനയും ജിൻഷിയുമാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഹലോ സുഹാന ആൻഡ് ജിൻഷി, ഇതിൽ ആരാണ് ആർക്കിടെക്റ്റ്, ആരാണ് സിവിൽ എഞ്ചിനീയർ? ഞാൻ സുഹാന, ഞാനാണ് പ്രിൻസിപ്പൽ ആർക്കിടെക്ട്. ഞാൻ ജിൻഷി, മാനേജിംഗ് ഡയറക്ടർ ഓഫ് ഡോട്ട് ലൈൻ ആർക്കിടെക്ട്സ്. ഓക്കെ, നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു ഒരുമിച്ച് എത്തിയത്? എങ്ങനെയാണ് നിങ്ങൾ ഈ ജേർണി സ്റ്റാർട്ട് ചെയ്തത്? ഞാൻ നമ്മളെ സ്റ്റഡീസൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ കല്യാണം, പിന്നെ ഒരു ബേബിയായി കുറച്ച് ബ്രേക്ക് എടുക്കേണ്ടി വന്നു. പിന്നെ ആ സമയത്ത് പിന്നെ വീണ്ടും അത് എങ്ങനെ റീസ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്, ഇപ്പം സിവിൽ എഞ്ചിനീയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് PSC കുറേ ഓപ്ഷൻസ് ഉണ്ട്, അതല്ലെങ്കിൽ ഏതെങ്കിലും ഫേമിൽ ജോയിൻ ചെയ്യാന്നുള്ളതുണ്ട്. അപ്പം അങ്ങനെ ഒരു കൺഫ്യൂഷൻ്റെ സമയത്ത് നമ്മൾ കുറച്ച് കസിൻസ് കൂടിയിട്ടൊരു കൺസ്ട്രക്ഷൻ ആൻഡ് ഡിസൈനിങ് ഫേം ഉണ്ടായിരുന്നു. അപ്പം അവിടേക്ക് ജോയിൻ ചെയ്യാന്നുള്ളത് ഒരു തീരുമാനമായി. ഞാൻ അതിൽ ജോയിൻ ചെയ്തു. ഞങ്ങൾ രണ്ടുപേരും കസിൻസ് ആണ്. കസിൻസ് ആണ്. അപ്പം ഞങ്ങൾ രണ്ടാളും ആ സമയത്ത് ഏകദേശം ഒരേ സമയത്ത് തന്നെ ജോയിൻ ചെയ്തു. അങ്ങനെ അതിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവർ സ്വാഭാവികമായിട്ടും കൺസ്ട്രക്ഷനും ഡിസൈനിങ്ങും ഉള്ളതുകൊണ്ട് അവർ കുറച്ചും കൂടെ കൺസ്ട്രക്ഷനിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത സമയത്ത് ഡിസൈനിങ് മാനേജ് ചെയ്യാന്നുള്ളത് ഞങ്ങളെ ഏൽപ്പിച്ചു. ആ സമയത്ത് കുറച്ചും കൂടെ ഞങ്ങൾ അതിൽ ഇൻവോൾവ്മെൻറ്റ് കുറച്ചും കൂടെ കൂടുതൽ അതിൽ ചെയ്യാൻ പറ്റി. എക്സ്പീരിയൻസ് അതെ. അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ അതിൽ കുറച്ചും കൂടെ ക്ലയൻ്റായിട്ടും സൈറ്റിലേക്ക് കുറച്ചും കൂടെ ഇറങ്ങി ചെല്ലാനും അവിടുത്തെ വർക്കേഴ്സായിട്ടും കോൺട്രാക്ടേഴ്സായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കുറച്ചും കൂടെ ആ ഒരു വർക്കിനെ കുറിച്ച് പഠിക്കാനും അതിൽ കുറച്ചും കൂടെ ഒരു എക്സ്പീരിയൻസ് തരാനും നമ്മൾ ആ ഒരു ഡിസൈനിങ് മാനേജ്മെന്റ് എന്നുള്ള നമ്മൾ ആ ഒരു ഏൽപ്പിച്ച സമയത്ത് ഒരു പ്രൊബേഷണറി പീരീഡ് പോലെ നിങ്ങൾ അവിടെ യൂസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? നിങ്ങൾ അപ്പം ഞാൻ കുറച്ചും കൂടെ സൈറ്റ് കാര്യങ്ങൾ അവിടുത്തെ വർക്കേഴ്സ് ലേബേഴ്സ് ആയിട്ട് അതേപോലെ ക്ലയൻ്റ് ആയിട്ടൊക്കെ കുറച്ചും കൂടെ ഒന്ന് മിങ്കിൾ ചെയ്യാൻ തുടങ്ങി. പിന്നെ ജിൻഷിത്ത പറഞ്ഞ പോലെ ആദ്യം നമ്മൾ ഓഫീസിലെ വർക്ക് ആയിരുന്നു കൂടുതൽ ചെയ്തിരുന്നത്. പിന്നെ കുറച്ച് എക്സ്പീരിയൻസ് ആയപ്പോൾ മെല്ലനെ സൈറ്റിലേക്കൊക്കെ ഇറങ്ങി. പിന്നെ ഇൻറ്റീരിയറിൻ്റെ ഒക്കെ ഡിസൈനിങ്ങിൻ്റെ ഒക്കെ ഭാഗമായപ്പോൾ മെറ്റീരിയൽ സെലക്ഷൻ, ഇൻറ്റീരിയറിൻ്റെ വർക്ക് അതിലേക്കൊക്കെ നമ്മൾ സൈറ്റിൽ പോയി തുടങ്ങി. അങ്ങനെ അവിടെ നിന്ന് നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടിയിരുന്നു ആദ്യം ചെയ്ത വർക്ക്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഡെലിവറി ഒക്കെ ആയിട്ട് ഒരു ബ്രേക്ക് എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് ഒരു ഫേം സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മുന്നേ നിങ്ങളുടെ എല്ലാവരും കൂടി ഉള്ള ഒരു ഇതിൽ നിന്ന് വർക്കിന്റെ എക്സ്പീരിയൻസ് യൂസ് ചെയ്തിട്ട് പിന്നെ ഒരു ബ്രേക്കിന് ശേഷം പിന്നെ നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ടൊരു ഫേം സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയാണ് ഡോട്ട് ലൈൻ ആർക്കിടെക്ട്സ് തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡോട്ട് ലൈൻ എന്നുള്ളൊരു പേര് എന്താണ് നിങ്ങളുടെ ഈ ഒരു വർക്കായിട്ട് അത് എങ്ങനെ റിലേറ്റ് ചെയ്യണോ, അത് എങ്ങനെ നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചതാണോ, അതിനെപ്പറ്റി ഒന്ന് പറയും. ഇങ്ങനെ ഒരു ഫേം സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് നമ്മൾ സ്റ്റാർട്ടിങ് വിത്ത് എ ഡോട്ട് ആൻഡ് എൻഡിങ് വിത്ത് എ ലൈൻ എന്നുള്ളൊരു കൺസെപ്റ്റ്, അതായത് എല്ലാ ക്ലയൻറ്റിൻ്റെ ഒരു ഡ്രീമാണ്, അവരുടെ ഒരു ഡ്രീമാണ് ഞങ്ങൾക്ക് വരുന്ന ഓരോ പ്രൊജക്റ്റും. അപ്പോൾ ആ സമയത്ത് ഞങ്ങളൊരു ക്ലിക്കിലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് സ്റ്റാർട്ട് ചെയ്ത് അത് ഒരുപാട് ലൈൻസ് ജോയിൻ ചെയ്തിട്ടാണ് അതിനൊരു ലൈക്സ് വരുന്നത്. അപ്പം ഞങ്ങൾ ഇങ്ങനെ കുറേ അപേക്ഷിച്ച സമയത്ത് ഞങ്ങളൊരു വർക്കായിട്ട് ഒരുപാട് കണക്റ്റഡ് ആയിട്ടുള്ളതാണ് ഡോട്ട് ലൈൻസ്. അപ്പം അവനങ്ങനെ പേര് ഞങ്ങൾ സ്വന്തമായിട്ട് സെലക്ട് ചെയ്തു, അങ്ങനെ ഡോട്ട് ലൈൻ ആർക്കിടെക്ചർ. ഓക്കെ, അപ്പൊ ഈ ആർക്കിടെക്ചർ ഫേം അല്ലെങ്കിൽ ആർക്കിടെക്ട്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് ഒരു മെയിൽ ഇമേജ് ഒക്കെയാണ് അല്ലെ? അപ്പോൾ മാത്രമല്ല കൂടുതലും എനിക്ക് തോന്നുന്നു ഈ ഫീൽഡിൽ മെയിൽസ് ആണ്. സ്ത്രീകൾ എന്ന നിലയിൽ ഈ ഫീൽഡിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ചലഞ്ചസ് നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ഞങ്ങളെ ചലഞ്ചസ് തന്നെയാണ് ഞങ്ങളെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. നമുക്കറിയാം ഫീമെയിൽസിന് പൊതുവെ മൾട്ടി ടാസ്കിങ് എബിലിറ്റി ഉണ്ട്. അപ്പം ഞങ്ങൾ എല്ലാവരും യൂഷ്വൽ വർക്കിംഗ് എല്ലാ സ്ത്രീകളെയും പോലെ തന്നെ ഞങ്ങളും ഫാമിലി ലൈഫ് പാരലായിട്ട് കൊണ്ടുവന്ന ആൾക്കാരാണ്. അപ്പം അതിൻ്റെ ചില സമയത്ത് നമുക്ക് കുട്ടികളുടെ കാര്യത്തിലായാലും ഒക്കെ കുറച്ചും കൂടെ
ഇൻവോൾവ് ചെയ്യേണ്ടി വരും. പക്ഷേ ഇതൊന്നും ഞങ്ങളെ വർക്കിനെ ഇതുവരെയായിട്ടും ബാധിച്ചിട്ടില്ല. അപ്പം സുഹാനൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 6 months ബേബിക്ക് ആയ സമയത്താണ് ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ ശരിക്കും ഓഫീസിലൊരു തൊട്ടിൽ സെറ്റ് ചെയ്ത്, പിന്നെ അതേപോലെ തന്നെ സൈറ്റിൽ പോകുമ്പം ബേബിനെ കൊണ്ടുപോയി ഡ്രൈവ് ചെയ്ത് പോകേണ്ട സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും ഞങ്ങൾക്ക് അത് ഞങ്ങളുടെ വർക്കിൻ്റെ ക്വാളിറ്റീനെ ഇതുവരെയും ബാധിച്ചിട്ടില്ല. അതുകൊണ്ടൊരു ലാഗ് വരികയോ അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരികയോ ഇതുവരെയും സംഭവിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ വർക്കിൽ ഇതുവരെ എല്ലാ ക്ലയൻസും സാറ്റിസ്ഫൈഡും ഹാപ്പിയാണ്. അപ്പൊ അടുത്ത എൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത്, ഈ ക്ലയൻസ് വരുമ്പോൾ നിങ്ങളെ കാണുമ്പോൾ 2 ആർക്കിടെക്ട് അല്ലെങ്കിൽ ഈ ഒരു ഫേം നടത്തുന്നത് ഫീമെയിൽസ് ആണ് എന്നുള്ള ഒരു ഇത് വരുമ്പോൾ ഇവരെ കൊണ്ട് പറ്റുമോ? സാധാരണ എല്ലാവരും മെയിൽസ് ആണ്. അപ്പൊ ആ ഒരു ഡൗട്ടുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു പെരുമാറ്റ രീതി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഡൗട്ട്ഫുൾ അങ്ങനെ എന്തെങ്കിലും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? മെയിൽ ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു ഫീൽഡാണിത്. അതിൽ ഫസ്റ്റ് ഇറങ്ങിയ സമയത്ത് ഞങ്ങൾക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഇത് എങ്ങനെയാണ് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യുക എന്നുള്ളത്. പക്ഷേ ഇതുവരെ നമുക്ക് വന്ന ക്ലയൻസിൻ്റെ അടുത്തുനിന്നും അതുപോലത്തെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടായിട്ടില്ല. എല്ലാവരും നമ്മളായിട്ട് നല്ല സപ്പോർട്ടീവായിരുന്നു. വർക്കേഴ്സ് ആണെങ്കിലും കോൺട്രാക്ടേഴ്സ് ആണെങ്കിലും. നമുക്ക് ഫസ്റ്റ് ആദ്യം നമ്മൾ കസിൻസിൻ്റെ കൂടെ വർക്ക് ചെയ്ത സമയത്ത് അവരുടെ ഒരു ബാക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നു നമ്മൾ സൈറ്റ് പോവുകയാണെങ്കിലും. അപ്പോൾ നമ്മൾ അത്ര ഒരു പേടി എന്തായാലും ഫീൽ ചെയ്യൂല. പിന്നെ ഈ ഒറ്റയ്ക്കായ സമയത്ത് നമുക്ക് ഫസ്റ്റ് പോകുന്ന സമയത്ത് പേടിയായിരുന്നു, അവരെങ്ങനെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ, നമ്മളെ ഡിസൈൻ അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. അത് അവർ നമ്മളെക്കാൾ എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കും ചിലപ്പോൾ വർക്കേഴ്സൊക്കെ കാലങ്ങളായിട്ട്. അത് അപ്പം അവരത് എത്രത്തോളം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നൊക്കെ നമുക്ക്, പ്രത്യേകിച്ച് സ്ത്രീകളാവുമ്പോൾ നിങ്ങളുടെ ഒരു കമാൻഡ് വരുമ്പോൾ അവരെത്ര വാല്യൂ കൊടുക്കും എന്നുള്ളതൊക്കെ ഒരു ഡൗട്ടായിരുന്നു. പക്ഷേ എവിടുന്നും ഒരു സ്ഥലത്തു നിന്ന് ഇതുവരെ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. എല്ലാവരും വളരെ കോപ്പറേറ്റീവ് ആയിട്ടാണ് നമ്മളോട് ചെയ്തത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടേ നിൽക്കുക. ഒരു ഫോൺ കോളിലെങ്കിലും ഞങ്ങൾ അവരായിട്ടുള്ള കണക്ഷൻ കീപ്പ് ചെയ്യും. ഒരു ഫോൺ കോൾ അതിൽ എപ്പോഴും ഞങ്ങൾ അവർക്ക് ആക്സസിബിൾ ആവും. ചിലപ്പം നമുക്ക് ഡെയിലി സൈറ്റ് വിസിറ്റ് ഇല്ലെങ്കിൽ കൂടിയിട്ടും ഏത് നമുക്ക് ക്ലയൻസ് ആയാലും അതേപോലെ തന്നെ വർക്കേഴ്സ് ആയാലും അവർക്ക് ചിലപ്പോൾ സൈറ്റിൽ നിന്നായിരിക്കും ഓരോ ഡൗട്ടും കാര്യങ്ങളും വരിക. അപ്പോൾ ഒരു ഫോൺ കോളിൽ ഞങ്ങൾ എപ്പോഴും ആക്സസിബിൾ ആവുന്നുള്ള കാര്യം ഞങ്ങൾ എപ്പോഴും അഷ്വർ ചെയ്യുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന്. ഓക്കെ, ഇനി അടുത്തൊരു എൻ്റെ ഒരു സംശയം എന്ന് പറയുമ്പോൾ, ഇപ്പോൾ റെസിഡൻഷ്യൽ പ്രോജക്ട്സ് പ്രത്യേകിച്ച് വീടുകളൊക്കെ വരുമ്പോൾ നമ്മൾ ഡിസൈനും അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക സ്വപ്നങ്ങളൊക്കെ ആയിരിക്കുമല്ലോ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഒരു സ്ത്രീകൾ എന്ന നിലയിൽ നിങ്ങൾക്ക് ആ ഡിസൈനും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എത്രത്തോളം അതിൽ ക്ലയൻസിൽ സ്ത്രീകളുടെ ഭാഗത്തു നിന്നുള്ള ഒരു കോൺട്രിബ്യൂഷൻ വരുന്നുണ്ട്? പ്രത്യേകിച്ച് വീട് എന്നൊക്കെ പറയുമ്പോൾ വീടിന്റെ ഉള്ളിൽ എപ്പോഴും നിൽക്കുന്ന സ്ത്രീകളൊക്കെയാണ്. അപ്പൊ അവരുടെയും സജഷൻസ് ഇതിൽ വരാറുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ എടുക്കാറുണ്ടോ? എന്താണ് അതിന്റെ ഒരു എക്സ്പീരിയൻസ് പറയാനുള്ളത്? അത് വീട് എന്ന് പറയുമ്പം എപ്പോഴും ലേഡീസാണ് അത് മാനേജ് ചെയ്യുക. അത് എത്രത്തോളം വൃത്തിയിൽ മാനേജ് ചെയ്ത് എത്ര നീറ്റായിട്ട് ആ വീട് നിൽക്കുന്നു എന്നുള്ളത് ആ വീട്ടിലെ സ്ത്രീകളുടെ ഒരു ഗുണമാണ്. അപ്പം അത് ഓരോ സ്ത്രീകൾ അത് ഓരോ രീതിയിലായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം ഒരു വീട് ഇപ്പം നമ്മൾ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആ വീട് മനോഹരമാവുക അവിടുത്തെ ലേഡിയും കൂടെ അതിൽ ഇൻവോൾവ് ആവുമ്പോഴാണ്. അപ്പോൾ അവരെങ്ങനെ ആ വീട് മാനേജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അതിനുള്ള റിക്വയർമെൻറ്റ്സ് അവർക്കാണ് കൂടുതൽ പറയാൻ കഴിയുക. നമുക്ക് ഇങ്ങനെ ഒരു സൊല്യൂഷൻ നമുക്കും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയും. കാരണം നമ്മളും അതേ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നവരാണ്. വുമൻസിൻ്റെ നമ്മൾ ലേഡീസ് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് സൈറ്റ് വിസിറ്റ് പോകുമ്പോൾ മുതലേ ഈ വുമൻസായിട്ട് നല്ല കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ഫസ്റ്റ് ആ ഒരു സാധാരണ ഇൻറ്റീരിയറിൻ്റെ ഒക്കെ പാർട്ട് ആകുമ്പോഴേക്കാണ് ഈ വീട്ടിലുള്ള ലേഡീസ് സംസാരിച്ച് തുടങ്ങുക. അവർക്ക് ഇന്ന ആവശ്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴേക്കും നമ്മളെ വീട് ഏകദേശം ആയിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ നമ്മൾ അതിലത് ഒരു സാധനം ഇടയിൽ കുത്തി കയറ്റിയ പോലെ ആവും. അപ്പോൾ ഫസ്റ്റ് പ്ലാനിങ്ങിൽ തന്നെ അവർക്കത് പറയാൻ കഴിഞ്ഞാൽ നമുക്ക് ആ വീടിൻ്റെ തറ ഇടുന്നതിൻ്റെ മുന്നേ തന്നെ അവരുടെ ആവശ്യങ്ങളൊക്കെ വെച്ച് ഫുൾ സെറ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ഉണ്ടാക്കാൻ പറ്റും. എക്സ്പീരിയൻസ് വെച്ചിട്ട് കുറച്ചും കൂടെ നല്ല ഐഡിയാസ് വുമൻസിന്റെ ഭാഗത്താണോ അതോ പുരുഷന്മാരുടെ ഭാഗത്തു നിന്നാണോ ഉണ്ടാവാറ്? പ്രത്യേകിച്ച് വീടിന്റെ കാര്യം വരുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടുണ്ടോ?
പൊതുവെ ആണുങ്ങൾ അവരെ ബഡ്ജറ്റും അതിൻ്റെ സ്ട്രക്ചറൽ സ്ട്രെങ്ത്തും അങ്ങനത്തെ കാര്യങ്ങളാണ് കോൺസെൻട്രേറ്റ് ചെയ്യുക. കുറച്ചും കൂടെ എസ്തെറ്റിക്കലി നോക്കുകയാണെങ്കിൽ സ്ത്രീകളാണ് കുറച്ചും കൂടെ. അതേപോലെ തന്നെ ഈ വീട് മാനേജ് ചെയ്യാനുള്ള എളുപ്പ വഴികൾ സ്ത്രീകളാണ് കണ്ടുപിടിക്കുക. അവർ ഒരുപാട് വീഡിയോസും കാര്യങ്ങളും കണ്ടിട്ട് ഇങ്ങനെ ഒരു ഐഡിയ അല്ലെങ്കിൽ ഇങ്ങനെ ഇത് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമ്മളോട് ചോദിക്കാറുണ്ട്. ഇപ്പം നമ്മൾ പണ്ടൊക്കെ സ്റ്റോർ റൂമുകളായിരുന്നു, നമ്മൾ കിച്ചണിൻ്റെ ഭാഗത്തായിട്ട് സ്റ്റോർ റൂമുകളാണ് ഉണ്ടായിരുന്നത്. അപ്പം ആ ഒരു സമയത്ത് നമ്മൾ സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, അന്ന് നമ്മൾ വാഷിംഗ് മെഷീനൊന്നും അങ്ങനെ പ്രോപ്പർ സ്ഥലം നമ്മൾ എവിടെയാണ് ഒഴിവ് അവിടെ വാഷിംഗ് മെഷീൻ വെക്കുക എന്നുള്ളതാണ്. ഇപ്പം ശരിക്കും സ്ത്രീകൾ ഈ സ്റ്റോർ റൂമിനോട് ജോയിൻ ചെയ്തിട്ട് അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയി ഒരു ലോണ്ട്രി റൂം എന്നുള്ള കൺസെപ്റ്റ് വന്നിട്ടുണ്ട്. അത് സ്ത്രീകളായിട്ട് കൊണ്ടുവന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്കറിയാം ഈ ഒരു സമയത്ത് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അവർ തന്നെയാണ് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പം കൂടുതലും പുതിയ പുതിയ ഐഡിയാസ് വരുന്നത് ശരിക്കും സ്ത്രീകളുടെ ഭാഗത്തു നിന്നാണ്. അപ്പൊ ശരിക്കും ഒരു ഡിസൈനും പ്ലാനൊക്കെ കൊണ്ടുവരുമ്പോൾ രണ്ട് ജെൻഡേഴ്സും കൂടെ ഒരുമിച്ചിരുന്ന് ആലോചിക്കുകയാണെങ്കിൽ നല്ലൊരു ഒരു ഔട്ട്പുട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ.